പൊടിക്കുകയാണ്. നമ്മളൊപ്പം മന്ത്രി രാജനുണ്ട്. എല്ലാ ഫ്രെയിമിലും രാജേട്ടനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയധികം എല്ലാ സ്ഥലത്തും. എങ്ങനെയുണ്ട് ഇപ്പോൾ സന്ധ്യാസമയമായതോടുകൂടി പൂരത്തിന് ഈ പുലികളുടെ ഒരു ഭംഗി സന്ധ്യാസമയത്ത് വടക്കുന്നാഥ് ചുറ്റുവെട്ടുമ്പോൾ എങ്ങനെയാണ്? ക്യാമറ കുറച്ചുകൂടി ഇത്തിരി നേരം കൂടി കഴിയുന്നതോടുകൂടി ലൈറ്റുകളൊക്കെ പ്രകാശിച്ചാവും. ഇപ്പോൾ അവിടെ നമ്മൾ നേരെ പോകുന്ന ലൈറ്റ് കണ്ടല്ലോ, ഇതൊക്കെ പുലികളെ കാണിക്കാനുള്ള ലൈറ്റാണ്. ഇനി വരാൻ പോകുന്ന പ്രത്യേകത ഒരു 6:30-7 മണി കഴിയുന്നതോടുകൂടി ടാബ്ലോകളെല്ലാം ലൈറ്റിന്റെ ആകർഷണം വരും. ഇത്തവണ ടാബ്ലോകളിൽ ആരോടും പറയാത്ത രഹസ്യമാണ്, AI വരെ രംഗപ്രവേശനം ചെയ്യുകയാണ്. നേരത്തെ നിന്ന് വ്യത്യസ്തമായി. അതായത് ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യം ഇതിലെ കടന്നുപോയ അയ്യന്തോൾ ദേശം ഒലക്കയിൽ നിൽക്കുന്ന പുലിയാണ് കാണിച്ചതെങ്കിൽ ഇനി AI സാധ്യതകൾ കൂടി പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താവുന്ന പുലി ചമയങ്ങളുടെ പാട്ടുകളുടെ അതുപോലെ തന്നെ ടാബ്ലോകളുടെ ഒരു വരവ് കൂടി വരും. യഥാർത്ഥത്തിൽ 459 പുലികൾ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ തൃശ്ശൂരിൽ രംഗപ്രവേശനം. 459 പുലികൾ, അതിനേക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് പുലിയായത് അവരെല്ലാം കൂടി പങ്കെടുക്കുന്ന ഒരു മഹനീയമായിട്ടുള്ള ചടങ്ങായിട്ട് ഈ ചടങ്ങ് മാറുകയാണ്. എന്തായാലും ഇത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുകയാണ്. പുലികൾ വൈകുന്നോറും നിറവും അതിന്റെ ഭംഗിയും സൗന്ദര്യവും വർദ്ധിക്കുന്ന വിധത്തിൽ വരും. ഇപ്പോൾ ഈ ടാബ്ലോകൾ സാധാരണ നിലയിൽ ഇത്തിരി വൈകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടാബ്ലോകൾക്കൊരു നിറം വന്നാലേ ടാബ്ലോകൾ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പ്രസരിപ്പ് വരാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ടാബ്ലോകൾ കുറച്ചു വൈകി കൊണ്ടുവരാം എന്ന് കരുതുന്നത്. 9 പുലി കളി സംഘങ്ങൾ ഈ സ്വരാജ് റൗണ്ടിലെ 5 പ്രധാന കവാടങ്ങളിലൂടെ ഇറങ്ങി വരും. എല്ലാ വരവും ഇവിടെ നാളികേരം ഉടച്ചതിന് ശേഷം വരാനോ പോകാനോ. അതുകൊണ്ട് ഏത് വഴിയിൽ നിന്നാണോ വന്നു കയറിയത് ആ വഴിയിൽ നിന്ന് തന്നെ വന്നു തീരും. 3ാമത്തെ പുലിക്കളി സംഘം ശങ്കരംകുളങ്ങര ഇപ്പോൾ രാമദാസ് തിയേറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അവർ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിയിൽ ആരംഭിക്കപ്പെട്ട പുലികളില്ല. പിന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നായി വരുന്ന പുലികളാണ് പിന്നെ വരാൻ വേണ്ടി പോവുക. അപ്പം എന്തായാലും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പുലിക്കളിയാണ് ഇത്തവണത്തെ പുലിക്കളി. നഗരം പൂർണ്ണമായിട്ടും അവർ കീഴ്പ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എത്രത്തോളം ഉഷാറാണ് പുലികളി? അതിഗംഭീരമാണ്. കാരണം ഈ പ്രാവശ്യം 9 സംഘങ്ങളാണ്, 459 പേരാണ്. അത് തൃശ്ശൂർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വർഷത്തെ പുലിക്കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ രാവിലെ മുതൽ എല്ലാ പുലിമടകളും സജീവമാണ്. 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പം തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക വൈബ്, ഇന്നത്തെ തൃശ്ശൂർ വൈബ് എന്ന് പറയുന്ന രീതിയിലേക്ക് പുലിക്കളി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ മേയർ നമുക്ക് വർഗീസേട്ടൻ എന്താണ് ഒരു പുലികളി വൈബ്? പുലി കളി വൈബ് ആയി കഴിഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു മേയറാണ്. ഇന്ന് നമുക്കറിയാം, തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പുലിക്കളി. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന് തൃശ്ശൂർ പൂരം, അതുപോലെ തന്നെ പുലിക്കളി. ഇത് രണ്ടിനും മലയാളിയായ തൃശ്ശൂർക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല. അവരെല്ലാവരും ഇന്ന് രംഗത്തിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ പുതിയ പദ്ധതികളും ഒക്കെയായി പൈതൃകമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം 9 പുലിക്കളി ടീമുകളുണ്ട്. കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. കഴിഞ്ഞ ദിവസം ഒരു പുലികളി സ്റ്റെപ്പ് വെച്ചിട്ട് അദ്ദേഹം ശ്രദ്ധേയരായിരുന്നു. 2 സ്റ്റെപ്പുകൾക്ക് ഞാൻ എന്ത് സ്റ്റെപ്പ് വെക്കുന്ന ആളാണ്, ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ഇനി അത് വേണ്ട. ഇനി നമുക്ക് ഇതാണ് ആറാപ്പു. വാ, ഞാനും മിനിസ്റ്ററൊക്കെ കൂടി ഒരു ആറാപ്പു പിടിക്കും ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, പിടിച്ചോ ആറാപ്പു. എന്തായാലും അതിന്റെ ഒരു വൈബ് ഇതാണ്. അവിടുത്തെ വലിയ രീതിയിലുള്ള വൈബ് മന്ത്രിയും മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്നവരാകെ പുലികളി ആവേശത്തിന്റെ ആ ഒരു വൈബിലാണ്. തീർച്ചയായിട്ടും അമൃത, കാഴ്ചകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം വളവന്നൂർ ദേശത്തിൻ്റെ ഒരു സംഘമാണ്, പുലിക്കളി സംഘമാണ് കടന്നുപോയത്. ഇനി അടുത്ത ദേശങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാംക്ഷയോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. നേരത്തെ ഈ റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ റോഡിൻ്റെ നടുവിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കാരണം അവരൊരു വളരെ ആകാംക്ഷയോടെ എന്താണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് വളരെ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റോഡിൻ്റെ നടുവിലൊക്കെ ആളുകൾ ഇപ്പം നിൽക്കുകയാണ്. ഇപ്പം സംഘങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റുമെന്നുള്ളതാണ്.
എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ തൊട്ട് പുലർച്ചെ തൊട്ട് തന്നെ ഇത്തരത്തിൽ പുലി ചിത്രങ്ങൾ വരയ്ക്കാനായി അവർ തയ്യാറായി നിന്നു. പിന്നീട് ആദ്യം അതിന്റെ പെയിന്റിംഗ് ചെയ്യും, പിന്നീട് അത് ഉണങ്ങാൻ മണിക്കൂറുകളോളം നിൽക്കണം, അതിനുശേഷം പിന്നെ അത് വരയ്ക്കണം. അങ്ങനെ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ച് മനസ്സും ശരീരവും കടുത്തിട്ടാണ് ഓരോ പുലികളും നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ആവേശമാണ്. മാത്രമല്ല വലിയൊരു വീഴും വാശിയും ഈ ഓരോ ടീമുകൾക്കുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തവണ 9 ടീമുകളാണ് ഈ പുലിക്കളികളായി ഈ വിവിധ ദേശങ്ങളിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഇറങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ബാക്കി ടീമുകളും റൗണ്ടിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മത്സരങ്ങൾ, അതായത് ഏറ്റവും നല്ല ടീമിന് ഏറ്റവും നല്ല പുലിക്കളിക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. 62,500 രൂപയാണ് ഒന്നാം സമ്മാനം, 50,000 രൂപയാണ് രണ്ടാം സമ്മാനം, 43,750 രൂപയാണ് മൂന്നാം സമ്മാനം. ഈ പുലി ടീമുകൾക്കൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളുണ്ട്, അവർക്കും സമ്മാനങ്ങളുണ്ട്. വലിയ 50,000 രൂപ ഒന്നാം സമ്മാനം, 43,750 രൂപ രണ്ടാം സമ്മാനം, 37,500 രൂപ മൂന്നാം സമ്മാനം. അതോടൊപ്പം തന്നെ പുലി വണ്ടികൾ, അവർക്കും ഈ സമ്മാനങ്ങളുണ്ട്. അങ്ങനെ അത്തരത്തിൽ പുലികൾക്കും സമ്മാനങ്ങളുണ്ട്. അങ്ങനെ അത്തരത്തിൽ വലിയ ആവേശമാണ്. ആര് കപ്പ് നേടും അല്ലെങ്കിൽ ആര് ഈ സമ്മാനങ്ങൾ നേടും എന്നുള്ള ആവേശവുമുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം കൂടിയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ, പൂരം ഒക്കെ നടക്കുന്നതാണ്. ആ പൂരത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ആയി മാറിയിരിക്കുന്നു നമ്മുടെ ഈ പുലിക്കളി എന്നുള്ളതാണ്. കഴിഞ്ഞ സമയങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരല്പം ടീമുകളൊക്കെ കുറവായിരുന്നു, പുലി ദേശങ്ങൾ കുറവായിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് ഇന്നിപ്പോൾ വലിയ തരത്തിൽ 9 ദേശങ്ങൾ ഇന്ന് ഇപ്പോൾ ഇവിടെ മാറ്റൊരുക്കുന്ന കാഴ്ച, അതിമനോഹരമായ കാഴ്ചകളിലേക്ക് പോകുന്നു. അടുത്ത ദേശം കൂടി ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വരുന്ന ആളുകൾ ഇത് കാണാനായി വരും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ല, നേരത്തെ പറഞ്ഞതിലും ഒരല്പം വൈകിട്ടാണ് പുലി കളികൾ അല്ലെങ്കിൽ ദേശങ്ങൾ റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇപ്പം ഒരു ദേശം മാത്രമാണ് ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റു ടീമുകളൊക്കെ റൗണ്ടിൻ്റെ മറ്റു വശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എം റോഡ് പരിസരത്തേക്ക്, തെക്കേ ഗോപുര നട പരിസരത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനായി കാത്തിരിക്കുകയാണ് ആളുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം വെളിയന്നൂരിൻ്റെ സംഘമാണ്, ഇപ്പോൾ പുലിക്കളി സംഘമാണ് പോയത്. അവർക്ക് 3 നിശ്ചല ദൃശ്യങ്ങൾ നമ്മളതിൽ കാണുകയും ചെയ്തു. അതുപോലെ തന്നെ വിവിധങ്ങളായ നിശ്ചല ദൃശ്യങ്ങളുമായി വിവിധങ്ങളായ സർപ്രൈസുകളുമായി തന്നെയാണ് ഓരോ ദേശങ്ങളും ഇങ്ങോട്ടേക്ക് പുലികളുമായി റൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അത് കാണാൻ തന്നെയാണ് നാട്ടുകാർ എല്ലാവരും, അതായത് വിവിധ ദേശങ്ങളിൽ നിന്ന്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പല ഇടങ്ങളിൽ നിന്ന്, മലപ്പുറം, അതോടൊപ്പം തന്നെ പാലക്കാട്, കൊച്ചി, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നടക്കം ഇങ്ങോട്ടേക്ക് ആളുകൾ പുലിക്കളി കാണാൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചടുലമായ താളത്തിനൊപ്പം മനോഹരമായി കുടവയറുകൾ കുലുക്കിക്കൊണ്ട്, അരമണികൾ കിലുക്കിക്കൊണ്ട് മനോഹരമായി ചുവടുകൾ വയ്ക്കുന്ന ആ മനോഹര കാഴ്ചകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ നിറത്തിലുള്ള പുലികൾ മാത്രമല്ല, വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. വളരെ ആവേശത്തോടെയാണ് ഓരോ ആളുകളും ഇവിടെ പുലിക്കളി കാണാവുന്നതാണോ? എവിടുന്നാ വരുന്നത്? മലപ്പുറം. മലപ്പുറം എവിടുന്ന? പാണ്ടിക്കാട്. നമ്മളിവിടെ വന്നപ്പോൾ കൂടുതലും കാണുന്നത് മലപ്പുറത്തുകാരെയാണ്. ഞങ്ങൾ മലപ്പുറത്തുകാരായതുകൊണ്ടൊന്നും അറിയില്ല, എല്ലാവരും മലപ്പുറത്തുനിന്നാണ്. ഞങ്ങൾ രണ്ടാളും മലപ്പുറത്ത്. തൃശ്ശൂർ. ഈ പുലിക്കളി കാണാനായിട്ട് വന്നു? നേരത്തെ വന്നിട്ട്? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പൊ ഇപ്പൊ ഒരു ടീമിനെ കണ്ടു. എന്ത് തോന്നുന്നു? സൂപ്പറാണ് കളി. ഇനി ഒരുപാട് ടീമുകൾ വരാണ്ട്. അപ്പൊ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അത്തരത്തിൽ വിവിധ ആളുകൾ. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ കോടാലി. നേരത്തെ വന്നിട്ടുള്ളതാണ്. ഒരുപാട് തവണ ഫ്രണ്ട്സ് ആണോ? ഇല്ലേ, ഇത് ആളോട് കല്യാണം കഴിച്ചെന്താ. അപ്പൊ എങ്ങനെ പുലികളെ കണ്ടോ? കൂടെ വെച്ചുകൂടൊക്കെ നിർത്തി വെക്കോ? ഇനി വരുമ്പോ വെക്കണം കേട്ടോ. ഓക്കെ, എന്താ പേരെന്താ മോളുടെ? ഋതിക. കണ്ടോ? ഓക്കെ. അപ്പോൾ അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് മലപ്പുറത്തു നിന്നും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആളുകൾ മലപ്പുറത്ത് നിന്നാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കാണുന്ന ആളുകളൊക്കെ ഒട്ടുമിക്ക ആളുകൾ മലപ്പുറത്തുകാരായി, നമ്മൾ മലപ്പുറത്തുകാരായതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും വലിയ ആവേശത്തിലാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. അല്പസമയത്തിനകം തന്നെ മറ്റു ദേശങ്ങൾ ഇങ്ങോട്ടേക്ക് പുലിക്കളികളും ഇങ്ങോട്ടേക്ക് പുലികളും എത്തുമെന്നുള്ളത് തന്നെയാണ്. അതിനായി